റിങ് ചെയ്യുന്നു. ഹലോ, എന്തുപടി രാവിലെ തന്നെ? എൻ്റെ പൊന്നുമോളെ, നീ ഇതിൽ എഴുന്നേറ്റില്ലേ? നീ രാവിലെ എന്നെ എണീപ്പിക്കാൻ വിളിച്ചതാണോ? നീ കാര്യം പറയടേ. ആദ്യം എൻ്റെ പൊന്നുമോൾ ഫ്രഷ് ആയിട്ട് എന്നെ വിളിക്കുക, എന്നിട്ട് കാര്യം പറയാം. ഞാനിപ്പോൾ വെക്കുക. എടി, ഇനി സീരിയസ് ഇഷ്യൂ ഇല്ലടി, നീ പിന്നെ വിളി. ശരിയടി. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അതാരാണ് ഫോൺ വിളിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഫോൺ എടുത്തത് നമ്മുടെ കഥാനായികയാണ്. അവളുടെ പേരാണ് അന്ന മരിയ, എല്ലാവരുടെയും അന്നു. ഫോൺ വിളിച്ചത് നമ്മുടെ അന്നുവിൻ്റെ ചങ്കും കരളും കൊടലും ഒക്കെയായ ദേവനന്ദന, എല്ലാവരുടെയും ദേവു. എന്നാൽ നമ്മുടെ കഥാനായികയുടെ ദേവൂസ്, നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ. ഞാനാണ് അന്ന മരിയ എന്ന അന്നു. കുരിശിങ്കൽ വീട്ടിൽ ജോസഫ് അച്ചായൻ്റെയും മിനിയമ്മാമയുടെയും ഏക മകൾ. എൻ്റെ അമ്മ MGM ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പപ്പ ഞങ്ങളുടെ സ്വന്തം AGM ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ MD ആണ്. അയ്യോ, നിങ്ങളോട് കാര്യം പറയുന്ന സമയം പോയി. ഞാൻ ദേവൂസിനെ വിളിക്കാൻ മറന്നുപോയി. അവൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലേ അല്ലേ? അന്നേരം ഞാൻ ഒന്ന് വിളിക്കട്ടെ. ഹലോ ഡി, നീ എന്തുവാടി നീ നേരത്തെ പറയാമെന്ന് പറഞ്ഞേ? ഇടി, അത് എന്തുവാണെന്ന്. അയ്യോ, നീ സത്യമാണോ പറഞ്ഞേ? മറുപുറത്തെ വാർത്ത കേട്ട് അന്നുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് പോയി. ഡേ ഡേ, നീ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. സത്യമാണ് നീ പറഞ്ഞേ. SM കോളേജിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ എന്നോട് ഈ വാർത്ത പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് അതിലുപരി ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തൊക്കെയാണ് ഞങ്ങൾ പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളുടെ, അതായത് ഞാൻ, ദേവൂസ്, എൻ്റെ രണ്ടാമത്തെ ചങ്കായ അർച്ചന എന്ന അച്ചുവിൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു BBA കൊല്ലം SM കോളേജിൽ ചെയ്യണമെന്ന്. ആ ആഗ്രഹം ഇപ്പോൾ സഫലമായിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നാളെ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും അപേക്ഷിക്കുന്നു. അടുത്ത ഡേ. അന്നു, ഡേ എണീക്കടേ. നീ എണീറ്റില്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം ഞാൻ തലവഴി ഒഴിക്കും, ഉറപ്പ്. പോരാളി രാവിലെ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇന്ന് ഞാൻ പോരാളിയെ ഞെട്ടിക്കും. ഡേ, ഡോർ തുറക്കടി. ഇതാ തുറന്നമ്മ. ഡോറ് തുറന്ന അമ്മയുടെ കിളികൾ പറന്നുപോയി. അമ്മ എന്താ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നേ? പിന്നെ ഞാനെന്ത് വേണം? ലോകാത്ഭുതം നടക്കുമ്പോൾ എല്ലാവരും ഞെട്ടത്തില്ലേ? രാവിലെ പോരാളി ട്രോണുമാണല്ലോ. എന്തായാലും ഇന്ന് കാക്കമരന്ന് പറക്കും. പോരാളി പിന്നെയും ഗോളുകൾ അടിക്കുന്നു. ഓ അമ്മേ, എന്നെ നന്നാവും സമ്മതിക്കില്ല അല്ലേ? എൻ്റെ പൊന്നു മോളെ, അമ്മ ചുമ്മാ പറഞ്ഞ. ഇന്ന് എന്ത് പറ്റി? ഞാൻ വിളിക്കാതെ തന്നെ എഴുന്നേൽക്കാൻ ഒരുങ്ങിയത്. അമ്മേ, ഞാൻ ഇന്ന് പുതിയ കോളേജ് ജോയിൻ ചെയ്യുമല്ലേ, അതുകൊണ്ടാ. നിന്റെ വാലുകളെ വിളിച്ചോ? വിളിച്ചു, അവരിപ്പോൾ വരും. എന്താ അമ്മയും മോളും രാവിലെ തന്നെ ഒരു സംസാരം? അല്ലെങ്കിൽ ഭരണിപ്പാട്ട് കേൾക്കേണ്ടതായിരുന്നല്ലോ. എന്ത് പറ്റി? ഞാൻ കണ്ടില്ലേ, നമ്മുടെ മോൾ രാവിലെ എഴുന്നേറ്റു. ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പപ്പയും കയറി ഗോൾ അടിക്കുവാണല്ലേ. പാവം. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. പപ്പയുടെ മോന് വിഷമമായോ? ഇല്ല. എന്നാൽ പപ്പയ്ക്കൊരു ഉമ്മ വന്നേ. ഇച്ചേന അവളെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നേ. പോരാളി എഗെയിൻ ഓൺ ചൊറിയൽ മൂഡ്. പപ്പ, ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. ഞാൻ പോയി അവളുമാരെ ഒന്ന് വിളിക്കട്ടെ. നീ എന്തിനാടി രാവിലെ തന്നെ അവളെ ചൊറിയാൻ പോകുന്നത്? ചുമ്മാ ഒരു രസം. ഇച്ചേൻ ഓഫീസിൽ പോകാനുള്ളതല്ലേ, പോയി റെഡിയാവുക. പിന്നെ ഒരു ഉമ്മ തരുമോ? പോ മനുഷ്യ, അവിടുത്തെ വയസ്സാം കാലത്ത് അങ്ങേറെ ഒരു ആഗ്രഹം കണ്ടില്ലേ. നോക്ക്. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം, അമ്മേ ഞങ്ങൾ ഇറങ്ങുവാണേ. ഓ ശരി മക്കളെ, സൂക്ഷിച്ചു പോയിട്ട് വാ. പിന്നെ ഒരു പിന്നെയില്ല. ഉപദേശിക്കാനല്ലേ അമ്മ പറയാൻ പോകുന്നത്? എല്ലാം എനിക്കറിയാം. ഞാൻ എല്ലാം ശ്രദ്ധിച്ചോളാം. അങ്ങനെ അവർ 3 പേരും അവരവരുടെ സ്കൂട്ടറിൽ കോളേജിലേക്ക് പോയി. ഇനി ആ കളി അങ്ങ് SM കോളേജിൽ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ മൂവർ സംഘം SM കോളേജിൽ എത്തിയിരിക്കുകയാണ്. അച്ചു, എനിക്ക് പേടിയാവുന്നടി. എന്തിന്? വേറെ എന്തിന്? റാഗിങ് തന്നെ. നമുക്ക് നോക്കാം. എന്തു വന്നാലും നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. അങ്ങനെ നമ്മുടെ മൂവർ സംഘം കോളേജിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതേ സമയം കോളേജിലെ സീനിയേഴ്സ്, ആ ജോയിൽ ഇതുവരെ വന്നില്ലല്ലോ. ശരിയാ, നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഇതേ സമയം ബുള്ളറ്റിൽ നമ്മുടെ കഥാനായകൻ എൻട്രി ചെയ്യുകയാണ് മക്കളെ. വിളിക്കണ്ട, വരുന്നു അവൻ. കോളേജിൽ പെടക്കോഴികളുടെ കണ്ണ് നമ്മുടെ നായകൻ്റെ മുഖത്താണ് കേട്ടോ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മാതിരി ലുക്കല്ലേ നമ്മുടെ നായകൻ. ആരും നോക്കി നിന്ന് പോകുന്ന സൗന്ദര്യമാട്ടോ നമ്മുടെ കഥാനായകന്. നെറ്റിയിലേക്ക് വീണു പാറിക്കിടക്കുന്ന മുടി, കട്ടിയുള്ള പുരികം, ഭംഗി കൂട്ടാനെന്നോണം ചിരിക്കുമ്പോഴുള്ള അവൻ്റെ നുണക്കുഴി, അതിൻ്റെ കൂടെ അവൻ്റെ സ്പെക്സും ബുള്ളറ്റും.
പിന്നെ പറയണ്ടല്ലോ, കോഴിക്കുട്ടികളുടെ കണ്ണ് മൊത്തം അവൻ്റെ മുഖത്തായിരിക്കുമല്ലോ. വീണ്ടും നമ്മുടെ ടോപ്പിക്ക് വിട്ടുപോയി. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ വന്നതാണ് നമ്മുടെ കഥാനായകൻ. കൂടെയുള്ളവരാണ് സഹനായകന്മാർ. നമുക്ക് പരിചയപ്പെടാം. നായകൻ്റെ പേരാണ് ജോയൽ, എല്ലാവരുടെയും ജോയിച്ചൻ. മേടയിൽ വീട്ടിൽ ദ ഗ്രേറ്റ് ബിസിനസ്മാൻ ഫിലിപ്പ് ജോണിൻ്റെയും അക്കൗണ്ടൻ്റായ ആനി ഫിലിപ്പിൻ്റെയും രണ്ടാമത്തെ പ്രൊഡക്റ്റ്. മൂത്തയാളും കൂടി ഉണ്ട്, പേര് ഏഞ്ചൽ. ആൾ MBA സെക്കൻഡ് ഇയർ ആണ്. കൂടെയുള്ളവരാണ് റോബിൻ എന്ന റോബിച്ചനും ആൽബിൻ എന്ന അപ്പുവും. അവർ നമ്മുടെ മൂവർ സംഘം പഠിക്കാൻ വന്ന കോളേജിൽ തന്നെ തേർഡ് ഇയർ BBA ചെയ്യുകയാണ്. ഡാ, നീ ഇന്ന് താമസിച്ചേ? ഇന്ന് പുതിയ പിള്ളേർ വരുന്ന ദിവസമാണെന്ന് നിനക്ക് അറിയത്തില്ല ചോദിച്ചാ? സോറിടാ അപ്പു, ഞാൻ ഉറങ്ങിപ്പോയി. ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. എന്ത് പണിയടാ റോബിച്ച? വേറെ എന്ത്, റാഗിങ് തന്നെ. നീയൊക്കെ അങ്ങ് റാഗ് ചെയ്താൽ മതി, ഞാനില്ല. ജോയിച്ചാ, നീയും കൂടെ ഉണ്ടല്ലേ രസമുള്ളടാ. ഞാൻ രസിപ്പിച്ച് തരാടാ നിനക്ക്. മോൻ്റെ ചെവി ഇങ്ങ് കാണിക്ക്. ഇത്ര രസിച്ചാൽ മതിയടാ നിനക്ക്. ഡാ, ഇങ്ങനെയും ചീത്ത വിളിക്കാമോ? എൻ്റെ ചെവിയുടെ ഫിലമെൻ്റ് അടിച്ചു പോയടാ. എന്താടാ അപ്പു, നിനക്കും വേണോ രസം? അയ്യോ വേണ്ട, പാവമല്ലേ, ഞാൻ ജീവിച്ചു പൊക്കോട്ടെ. നിനക്കൊക്കെ വായി നോക്കാനല്ലടാ ഈ റാഗിങ്, എനിക്ക് നല്ലോണം അറിയാം. നീ നിൻ്റെ ഈ കലിപ്പും വെച്ചോണ്ട് നടന്നു, ഞങ്ങൾ പോവാ. പിണങ്ങല്ലേ മുത്തുമണികളെ, ചേട്ടൻ തമാശ പറഞ്ഞ. നിനക്കറിഞ്ഞൂടെ, ഈ വായ്നോട്ടം എന്ന് പറഞ്ഞൊരു കലയാണ്. അതിനെയാണ് നീ പുച്ഛിക്കുന്നത്. അയ്യോ, ഞാൻ പുച്ഛിക്കുന്നില്ലേ. എടാ, ഞാൻ നമ്മുടെ നായകൻ അസറിനാണ്. അവൻ ദേഷ്യം വന്നാൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന 4 പേരേ ഉള്ളൂ. 2 പേരെ നമ്മൾ പരിചയപ്പെട്ടല്ലോ, ബാക്കി 2 പേരെ വഴിയെ പരിചയപ്പെടാം. പിന്നെ നമ്മുടെ കഥാനായികയ്ക്കും ചിലപ്പോൾ പറ്റുമായിരിക്കും, അതും നമുക്ക് വഴിയെ നോക്കാം. ഇനി നമുക്ക് നമ്മുടെ കഥാനായകന്മാരെ പോയി നോക്കിയാലോ? പോവാം, എല്ലാവരും വരൂ. ഡി അന്നു, എൻ്റെ കൈയും കാലും വിറയ്ക്കുന്നടി. നീയും എൻ്റെ അടങ്ങിൻ്റെ അച്ചു. നമ്മുടെ ദേവൂസിനെ നോക്ക്, എത്ര കൂളായിട്ടാണ് പോകുന്നതെന്ന്. മതിയടി ഊതിയത്, വാ നടക്ക. ഡാ അപ്പു, ജോയിച്ച, നമുക്ക് 3 തരുണീമരങ്ങൾ വരുന്നുണ്ട്. അവർ 2 പേരും അങ്ങോട്ട് നോക്കി. ഒരു വേള ജോയിച്ചൻ്റെ കണ്ണ് നമ്മുടെ അന്നുവിൻ്റെ മേലുടക്കി. നീളമുള്ള വെളുത്ത മെലിഞ്ഞ അവളുടെ മുഖത്തേക്കും ആ കറുത്ത കണ്ണിലേക്കും ഇളം റോസ് നിറത്തിലുള്ള അവളുടെ അധരങ്ങളിലുമേക്കും അവൻ പരിസരം മറന്ന് നോക്കി നിന്നു. പക്ഷെ പെട്ടെന്ന് സുബോധം വന്ന പോലെ ദേഷ്യത്തിൻ്റെ മുഖം മൂടി അവൻ അണിഞ്ഞു. എന്നാൽ ഇതേ സമയം ബാക്കി 2 എണ്ണം നമ്മുടെ ദേവൂസിനെയും അച്ചുവിനെയും നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവന്മാരും സ്വപ്നലോകത്തിൽ നിന്ന് തിരിച്ചു വന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പു അന്നുവിനെയും കൂട്ടുകാരികളെ അടുത്തേക്ക് വിളിച്ചു. പെട്ടടി, നീ ഒന്ന് സമാധാനപ്പെടറി, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്തുവാടി നിൻ്റെയൊക്കെ പേര്? എൻ്റെ പേര് അന്ന മരിയ ജോസഫ്. ചേട്ടാ, എൻ്റെ പേര് ദേവനന്ദ രവിചന്ദ്രൻ. ഇവൾക്കിതെന്ത് പറ്റി? പേടിയാണെന്ന് പറഞ്ഞ് ഇവള് തന്നെയാണോ ചാടിക്കയറി പേര് പറഞ്ഞത്? ആത്മകഥം പറഞ്ഞ് അന്നുവും അച്ചുവും നിന്നു. എന്താടി, നീയൊന്നും മിണ്ടത്തില്ലേ? അച്ചുവിന് നോ അനക്കം. ഡേ, നിന്നോടാ. എന്തിനാ ചേട്ടാ അവളെ പേടിപ്പിക്കുന്നേ? ചേട്ടന് പേരറിഞ്ഞാൽ പോരെ, അത് ഞാൻ പറഞ്ഞില്ലേ. നീ പോടി വായടി. നിന്നോടല്ലല്ലോ, അവളോടല്ലേ ഞാൻ ചോദിച്ചത്. അതിന് അവൾ ഉത്തരം പറഞ്ഞാൽ മതി. ഡോ, തന്നെ വായാടി എന്ന് വിളിക്കാൻ തൻ്റെ മടിയിലിട്ടാണ് എനിക്ക് പേരിട്ടത്. ഡി, മൂത്തവരെ ഡോ എന്ന് വിളിക്കുന്നോ? ഇത് വഷളാവെന്ന് തോന്നിയ റോബിച്ചൻ അവനെ ചെന്ന് പിടിച്ചു മാറ്റി. എൻ്റെ പൊന്നു പെങ്ങളെ, മോള് പൊക്കോ, വാടി ഇങ്ങോട്ട്. അവളുമാർ 2 പേരും അവളുടെ പുറകെ പോയി. അവളുമാർക്കറിയാം ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ അവൾ ഒട്ടും മോശമല്ലെന്ന്. എന്നാൽ ഇതേ സമയം 2 ജോഡി കണ്ണുകൾ നമ്മുടെ അന്നുവിൻ്റെ മുഖത്തായിരുന്നു. എന്തേ സമയം നമ്മുടെ ജോയിച്ചൻ ദേഷ്യപ്പെടുമ്പോൾ വിറയ്ക്കുന്ന അവളുടെ ചുണ്ടുകളും ആരെയും കൂസാതെയുള്ള അവളുടെ വായടിത്തരവും മതിമറന്ന് നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ മുഖം മാറ്റി. ജോയിച്ച, ഡാ, എന്തോ നീ ഏത് സ്വപ്നലോകത്തിരിക്കുവാടാ? ഏയ് ഒന്നുമില്ലടാ. ക്ലാസ് തുടങ്ങാൻ സമയമായി, നമുക്ക് പോയാലോ? പോവാം. ഡാ അപ്പു, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുവാ? ഡാ, അന്നയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, വിട്ടേക്കടാ, പോട്ടെ. എന്നാൽ ഇതേ സമയം നമ്മുടെ അപ്പുവിൻ്റെ മനസ്സിൽ പേടിച്ചു നിൽക്കുന്ന അച്ചുവിൻ്റെ മുഖമായിരുന്നു. അവർ അങ്ങനെ ഓരോന്നും പറഞ്ഞ് ക്ലാസ്സിൽ പോയി. പക്ഷേ നമ്മുടെ റോബിച്ചനും അപ്പുവും നമ്മുടെ ജോയലിൻ്റെ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അതായത് സാധാരണ അവൻ പെൺപിള്ളേർ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടാൽ വഴക്ക് പറയുമായിരുന്നു. പക്ഷേ ഇന്ന് അവൻ ഒന്നും മിണ്ടിയില്ല. ഡി അന്നു, നീ എന്തിനാ സീനിയേഴ്സിനെ വെറുപ്പിച്ചത്? എന്നാ ലുക്കുള്ള ചേട്ടനായിരുന്നു. ഡി ദേവു, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എന്നാൽ ഇതേ സമയം നമ്മുടെ അന്നു അവർ പറഞ്ഞതൊന്നും കേട്ടില്ല. വേറെ എന്തോ ചിന്തയിലായിരുന്നു. എന്തുവാടി നീ ഇങ്ങനെ കിടന്ന് അലർന്നേ? ഞാൻ ചോദിച്ചതൊന്നും നീ കേട്ടില്ലേ? ഡി അന്നു, ഡേ. ഇല്ല, എന്തുവാ?
നീ എന്തോത്തിനാ സീനിയേഴ്സിനെ വെറുപ്പിച്ചെന്ന് കണക്കായിപ്പോയി. നീ വരുന്നോ അതോ എന്നെ ഉപദേശിക്കാൻ പോവാണോ? ബാ നടക്ക്. നീ എന്തോ കോഴിയെ വിളിക്കുന്ന പോലെ ബാബാന്ന് വിളിക്കുന്നേ? നീ ഒരു കോഴിയായോണ്ട്. പോടി ദുഷ്ടകളെ. ഞാൻ മിണ്ടൂല. അയ്യോടാ, ഞങ്ങളുടെ കുഞ്ഞോ പിണങ്ങിയോ? പോ, ഞാൻ കട്ടിയ. അച്ചു അനുവും പരസ്പരം എന്തോ കണ്ണ് കാണിച്ചു. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ദേവൂസിന് എന്തോ ഡൗട്ട് തോന്നി. അവൾ ഓടാൻ നോക്കി. പക്ഷെ അവൾ ഓടുന്നതിന് മുൻപേ തന്നെ അനുവും അച്ചുവും അവളെ പിടിച്ചു നിർത്തി ഇക്കിളിയാക്കാൻ തുടങ്ങിയിരുന്നു. എടി പെമ്പിളരെ മതി, എനിക്കിനി ജീവിക്കാൻ വയ്യ. ഞാൻ മിണ്ടി. അങ്ങനെ വഴിക്ക് വാ മിസ് ദേവനന്ദന രവിചന്ദ്രൻ. ശരി റാണിമാരെ, അടിയൻ വഴിക്ക് വന്നേ. ഡി അന്നു ദേവു, കാര്യം പറയുന്ന സമയം പോയി. ക്ലാസ്സിൽ കയറണ്ടേ? ഫസ്റ്റ് ദിവസത്തിന് വെളിയിൽ നിൽക്കാനാണോ ഉദ്ദേശം? ഇല്ലടി, വാ പോവാം. അവരുടെ കളിചിരികൾ കണ്ടുകൊണ്ട് നിന്ന് നമ്മുടെ നായകന്മാരുടെ മനസ്സിൽ പലതര വികാരങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡാ, എന്തൊരു രസമാ അവരുടെ കളി കാണാൻ. സത്യമാടാ പോ. നീയൊക്കെ അവിടെ രസിച്ചോണ്ടിരുന്നോ? ഞാൻ പോവാ. ഇവനെന്താടാ ഇങ്ങനെ? നിനക്കറിഞ്ഞൂടെ അവനെന്താ ഇങ്ങനെയായെന്ന്? അറിയാമടാ, പക്ഷെ അവനെ നമുക്ക് പഴയ ജോയലാക്കണം. ഞാൻ നോക്കിയിട്ട് ഒരു വഴി കാണുന്നുണ്ട്. എന്താടാ? രാവിലെ നമ്മൾ കണ്ട ആ വായാടിയില്ലേ, അവൾക്ക് ഇവനെ മാറ്റാൻ സാധിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു.